ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രീമിയർ ലീഗിലെ ഒമ്പന്മാരായ ലിവർപൂളിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഫുൾഹാം വേഴ്സ് ലിവർപൂൾ മത്സരം 5-0 എന്നുള്ള വമ്പൻ സ്കോറിലാണ് ലിവർപൂൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിജയത്തോടുകൂടി 45 പോയിൻറ്റോടുകൂടി ഒന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നോർമലി കഴിഞ്ഞ സീസണായാലും അതിന് മുന്നത്തെ സീസണായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം, കാരണം ചില മാച്ചസിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും, ചില മാച്ചസിൽ വരുമ്പോൾ ആ ഒരു ഫോം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. കാരണം ഓരോരോ മാച്ചസ് കഴിയുന്നതനുസരിച്ച് എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ പറ്റുമോ അതിക്ക് മേലെയാണ് ലിവർപൂളിൻ്റെ മാച്ചസ് കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറൊരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ ക്ലോപ്പ് പോകുന്ന ആ ഒരു സമയത്ത് ക്ലോപ്പും എത്രമാത്രം ബിൽഡ് ചെയ്ത് വെച്ചതാണ് ലിവർപൂളിന്, ക്ലോപ്പിൻ്റെ റേഞ്ച് എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പം ക്ലോപ്പിന് ശേഷം വരുന്ന ആ ഒരു മാനേജർക്ക് ലിവർപൂളിനെ സക്സസ് ആക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു കാര്യമാണ്. പക്ഷേ അതെല്ലാം ഓവർകം ചെയ്തിട്ടാണ്. കാരണം ഇതുവരെ വെച്ച് നോക്കുന്ന ഒരു ഇതുവരെ ഉള്ള എല്ലാ സീസണും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിവർപൂളിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് ഈ ഒരു സീസണിലെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സലായുടെ പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് റൈറ്റ് വിങ്ങറായിട്ട്, അതായത് ബെസ്റ്റ് ഒരു സ്ട്രൈക്കറായിട്ട് സലാ തന്നെ ആയിരിക്കും. ആദ്യം സലാ ഫസ്റ്റ് ഒരു സീസൺ ഒന്ന് ഫോമായി വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും 1 സീസൺ വണ്ടർ എന്നുള്ള ഒരു വിളിപ്പേരുണ്ടായിട്ടുണ്ടായിരുന്നു സലാഹക്ക്. പക്ഷേ അതിൻ്റെ സീസൺ കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ സീസൺ കഴിഞ്ഞ് ഏത് സീസൺ നോക്കി കഴിഞ്ഞാലും സല ഒരു ടോപ്പ് 3 ടോപ്പ് 5 ആ ഒരു പൊസിഷനിൽ സല എന്തായാലും ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ അപാര ഫോമിലാണ്. കാരണം 17 ഗോളും 15 അസിസ്റ്റുമാണ് സലയുടെ പേരിലുള്ളത്. അത് വേറെ ഒരു പ്ലെയറിനും ഇതുവരെ നേടാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ്. കാരണം നെക്സ്റ്റ് സീസൺ സല ഉണ്ടാവോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ ഇതുവരെ ഉള്ളതിൽ ബെസ്റ്റ് സീസണാണ് സലയുടെ. ഇതിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് നോക്കിയാലും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ലീഗിലായാലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പേഴ്സണൽ ഒരു 80% ലിവർപൂളിന് തന്നെ ആയിരിക്കും സാധ്യത. കാരണം റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചോളം ആ ഒരു പഴയ ആ ഒരു ട്രാക്കിലേക്ക് ഇതുവരെ വരാൻ വേണ്ടി സാധിച്ചില്ല. ഇപ്പോഴും പല മാച്ചസിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഐ എം എ റിയൽ മാഡ്രിഡ് ഫാൻ. എന്നാലും സത്യം പോലെ പറയണമല്ലോ. അപ്പോൾ എനിക്ക് ഈ ഒരു 80% ലിവർപൂൾ തന്നെയായിരിക്കും വിൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നത്, ഞാൻ പേഴ്സണലി കാണുന്നത്. അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് ചാമ്പ്യൻ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ടൈറ്റിൽ റേസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ചെൽസി ആയാലും അതുപോലെ തന്നെ ആർസണലായാലും 2 കളി നല്ല രീതിയിൽ വിൻ ചെയ്യും, നെക്സ്റ്റ് കളി അതുപോലെ ഫെയിലാവും, പോയിൻ്റ് നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം എത്ര ബിഗ് മാച്ചസ് വന്നാലും മാക്സിമം ഒരു സമനിലയിലെങ്കിലും അത് അവസാനിപ്പിക്കാനുള്ള മാക്സിമം എഫേർട്ട് മാക്സിമം അവർ നോക്കുന്നുണ്ട്. ഇതുവരെ അവരത് ചെയ്തിട്ടുമുണ്ട്. അപ്പം മൊത്തത്തിൽ കമ്പയർ ചെയ്ത് മൊത്തത്തിൽ ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ സീസൺ ലിവർപൂളിനുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.